ബിഗ് ബോസ് മലയാളത്തിൻ്റെ ഹിസ്റ്ററി തന്നെ ഏറ്റവും ഉഡായിപ്പായിട്ട് ഗെയിം കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ജാസ്മിൻ ജാഫർ. ഈ ഒരു സമയത്ത് നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇന്ന് രാവിലത്തെ ലൈവിൽ അഭിഷേകും ജാസ്മിനൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അഭിഷേക് ചോദിക്കുന്നുണ്ട്, ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ബന്ധത്തെ പറ്റി തന്നെയാണ് പറയുന്നത്. നിൻ്റെ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞതല്ലേ, പിന്നീട് എന്തിനാണ് ഇത്രയും ഇതായിട്ട് ഗബ്രിയായിട്ട് നീ ഇടപഴകുന്നത് നോക്കുന്ന സമയത്ത് എൻഗേജ്മെൻ്റ് ഒന്നും ആയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഉറപ്പിച്ച് വെച്ചതേ ഉള്ളൂ, കല്യാണം ജസ്റ്റ് ഒന്ന് ഉറപ്പിച്ച് വെച്ചതേ ഉള്ളൂ, ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ യഥാർത്ഥ തീരുമാനം പറയാം എന്നാണ് പറഞ്ഞത്. എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്യുകയായിരുന്നു എന്നാണ് ജാസ്മിൻ പറഞ്ഞത്. അതിനുശേഷം അഭിഷേക് ചോദിക്കുന്ന ഒരു കാര്യം, അങ്ങനെയാണെങ്കിൽ നീയും ഗബ്രിയും തമ്മിൽ പ്രണയത്തിലാണോ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് തുറന്നു പറയാനായിട്ട് പറ്റാത്തത്? അപ്പോൾ ജാസ്മിൻ പറഞ്ഞു, എന്നോട് ഇന്നലെയാണ് ഗബ്രി എന്നോട് പ്രണയമാണെന്നുള്ള കാര്യം പറഞ്ഞത്. അപ്പോൾ അഭിഷേക് പറയുന്നു, ഇന്നലെ ഒന്നും അല്ല, സെക്കൻഡ് വീക്കിൽ തന്നെ ഗബ്രി നിന്നോട് ഒരു ബെഡ്റൂമിൽ വെച്ചിട്ട് പ്രണയത്തിലാണെന്നുള്ള കാര്യം പറഞ്ഞതാണ്. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു, അത് ശരിയാണ്. അപ്പോൾ അഭിഷേക് ചോദിക്കുന്നുണ്ട്, പിന്നീട് എന്തുകൊണ്ടാണ് നീ നിൻ്റേതായിട്ടൊരു അഭിപ്രായം പറയാത്തത്, അങ്ങനെയാണെങ്കിൽ ഗബ്രിയെ ഇഷ്ടമാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന സമയത്ത്, ഗബ്രിയെ എനിക്കിഷ്ടമാണ്, പക്ഷേ അതിനെ പ്രണയമെന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു സ്നേഹം ഗബ്രിയോട്. ഗബ്രി ഇല്ലാതെ ഇപ്പം എനിക്ക് പറ്റാതെയായി. ആദ്യത്തെ ഒരു സെക്കൻഡ് വീക്കിലൊക്കെ ഞാനിവിടെ കോർണർ ചെയ്യപ്പെട്ട സമയത്ത് ഗബ്രിയാണ് എൻ്റെ ഒപ്പം നിന്നത്. അതുകൊണ്ട് തന്നെ അവനോട് ഇനി സംസാരിക്കാതിരിക്കാനും അവനെ അകറ്റി മാറ്റി വെക്കാനും എനിക്കിനി സാധിക്കില്ല എന്നുള്ള രീതിയിൽ ജാസ്മിൻ സംസാരിക്കുക. പിന്നീട് അഭിഷേക് ചോദിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ തമ്മിൽ പ്രണയമില്ലെങ്കിൽ, ജാസ്മിൻ എന്ന വ്യക്തിക്ക് ഗബ്രിയോട് പ്രണയമില്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഇത്രയും അടുത്തിടപഴകുന്നത്? ഇത് കാണുന്ന വ്യൂവേഴ്സിന് നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണ് അല്ലെങ്കിൽ പ്രണയമാണെന്നുള്ള രീതിയിൽ ചിത്രീകരിക്കേണ്ട കാര്യം എന്താണ് ജാസ്മിനെ എന്ന് നമ്മുടെ അഭിഷേക് ചോദിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ജാസ്മിൻ പറയുന്നുണ്ട്, എനിക്ക് ഗബ്രിയോട് സ്നേഹമാണ്, അതൊരു പ്രണയമല്ല, ഗബ്രിക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, പക്ഷേ അവനോട് ആ ഒരു രീതിയിലുള്ള അകലം പാലിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. എന്തുതരം റിലേഷൻഷിപ്പാണ് എൻ്റെ ദൈവമേ, ഒട്ടും മനസ്സിലാവുന്നില്ല. ഗബ്രിയോട് എനിക്ക് സ്നേഹമാണ്, പക്ഷേ പ്രണയമല്ല. ഗബ്രിയോട് എനിക്ക് ഗബ്രി എന്ന വ്യക്തിയെ എനിക്ക് മാറ്റി വെക്കാനായിട്ട് പറ്റില്ല, പക്ഷേ എനിക്ക് അകലം പാലിക്കണമെന്നുണ്ട്. ജാസ്മിൻ പറയുന്ന കാര്യങ്ങൾ ജാസ്മിന് തന്നെ മനസ്സിലാവാത്ത രീതി. പിന്നീട് കുറച്ചെങ്കിലും അകലം ഗബ്രിയായിട്ട് പാലിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പണ്ടൊക്കെ ഗബ്രിയായിട്ട് ഇരിക്കുന്നത് നമുക്കറിയാലോ, കെട്ടിപ്പിടിച്ച് മുമ്മ വെച്ചൊക്കെ ഇരുന്ന ജാസ്മിൻ ഇപ്പോൾ കുറച്ചെങ്കിലും അകലം ഗബ്രിയോട് കാണിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വൈൽഡ് കാർഡ് വന്നതിന് ശേഷമാണ്. പ്രത്യേകിച്ച് നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണ ഇതിനെപ്പറ്റി, പുറത്ത് നടന്ന കാര്യങ്ങളെപ്പറ്റി ജാസ്മിനോട് സംസാരിച്ചപ്പോഴാണ്, പുറത്ത് നടന്ന കാര്യങ്ങളെപ്പറ്റിയല്ല, ആ ഒരു രീതിയിൽ ഒരു വ്യൂവർ എന്നുള്ള രീതിയിൽ ജാസ്മിനോട് ചോദിച്ചപ്പോഴാണ് ജാസ്മിന് കുറച്ചെങ്കിലും ബോധം വെച്ചത്. സ്വന്തം അച്ഛൻ സെക്കൻഡ് വീക്കിൽ തന്നെ കോൾ ചെയ്ത് ഇതിനെപ്പറ്റി ഒരു സൂചന കൊടുത്തപ്പോഴും ജാസ്മിന് മനസ്സിലായില്ല. ഇത് വെച്ച് അങ്ങോട്ട് ഈ ഒരു ലവ് ട്രാക്ക് വെച്ച് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ച ജാസ്മിൻ ബിഗ് ബോസിൻ്റെ റിവ്യൂവർ കൂടിയായിട്ടുള്ള സായി കൃഷ്ണ വന്ന് ഈ കാര്യം പറഞ്ഞപ്പോൾ പിടികിട്ടി. അപ്പം കുറച്ച് പേടി വന്നു. ഇപ്പോൾ അതെ ഗബ്രിയായിട്ട് കുറച്ച് അകലം പാലിക്കുന്നുണ്ട്. എന്നാലും ഈ ഒരു റിലേഷൻ ഇത്തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഗബ്രിക്ക് ജാസ്മിന് ഇഷ്ടമാണെന്ന് 100% ബോധ്യമുള്ള ഒരു വ്യക്തി തന്നെയാണ് ജാസ്മിൻ. എന്നിട്ടും ഗബ്രിയായിട്ടൊരു അകലം പാലിക്കുന്നില്ലേ എങ്കിൽ ഇപ്പോൾ ജാസ്മിൻ്റെ അച്ഛൻ്റെ ഇൻ്റർവ്യൂ കണ്ടവർക്ക് മനസ്സിലാകും. പുള്ളി കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇവരുടെ എൻഗേജ്മെൻറ്റ് കംപ്ലീറ്റ് ആയതാണ്. നമ്മുടെ അഫ്സലും ജാസ്മിനും തമ്മിലുള്ള എൻഗേജ്മെൻറ്റ് അധികം ആളുകളെ വിളിച്ചു കൂട്ടാതെ ചെറിയ തോതിൽ നടത്തിയതാണെന്നുള്ള കാര്യം ജാസ്മിൻ്റെ അച്ഛൻ സമ്മതിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ജാസ്മിൻ ഇവിടെ വന്ന് പറയുന്നത് വെറുതെ ഒരു പയ്യൻ. പിന്നീട് ഇതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞുതരാം. നമ്മൾ അൺഒഫീഷ്യലായിട്ട് അന്വേഷിച്ച സമയത്ത് കൃത്യമായിട്ട് അഫ്സൽ തന്നെ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുതരാം. 7 മാസത്തോളം ജാസ്മിനും അഫ്സലും തമ്മിൽ പ്രണയത്തിലായിരുന്നു. ബിഗ് ബോസിൽ നിന്ന് ജാസ്മിൻ ഓഡീഷൻ കോൾ വന്നതിന് ശേഷം നമ്മുടെ അഫ്സലിനെ വിളിച്ചിട്ട് ജാസ്മിൻ തന്നെയാണ് പറഞ്ഞത്, വീട്ടിൽ വന്ന് കല്യാണം ആലോചിക്കണം, എനിക്ക് ബിഗ് ബോസിൽ നിന്ന് ഓഡീഷൻ കോൾ വന്നിട്ടുണ്ട്. ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അഫ്സൽ എന്ന് പറയുന്നത്. അപ്പോൾ ജാസ്മിന് ബിഗ് ബോസിൽ നിന്ന് ഓഡീഷൻ കോൾ വന്നപ്പോൾ നല്ല രീതിയിൽ സന്തോഷമായി പുള്ളിക്ക്. ആ ഒരു സമയത്ത് തന്നെ ജാസ്മിൻ പറഞ്ഞതനുസരിച്ച് വീട്ടിൽ വന്ന് ഈ പറഞ്ഞ പോലെ കല്യാണം ആലോചിച്ചു. ജൂൺ മാസം കല്യാണം എന്നുള്ള രീതിയിൽ ചെറിയൊരു എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഈ പറയുന്ന ജാസ്മിൻ്റെ അച്ഛൻ കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഈ ജാസ്മിൻ ഇവിടെ വന്ന് എന്തൊക്കെ തോന്നിയവാസമാണ് വിളിച്ചു പറഞ്ഞത്. എനിക്ക് അവൻ അറിയ പോലും ഇല്ല, എൻ്റെ ഒരു കൂട്ടുകാരനാണ്, എൻ്റെ അയൽവക്കക്കാരനാണ്, അവന് ഇഷ്ടം തോന്നിയിട്ടൊന്ന് പെണ്ണാലോചിച്ചതാണ്, ഞാനൊന്നും പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുമാതിരി ചെറ്റ വർത്തനം. അങ്ങനെ തന്നെ പറയേണ്ടി വരും.
കേരളത്തിൽ ബിഗ് ബോസ് കാണുന്ന ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് എന്ത് മെസ്സേജാണ് ജാസ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? വളരെ മോശമാണ് ജാസ്മിൻ്റെ ഈ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അഫ്സലായിക്കോട്ടെ 7 മാസത്തോളം പ്രണയിച്ച ഒരു വ്യക്തിയോട് ആ ഒരു റിലേഷൻഷിപ്പിന് ഒരു വാല്യൂം കൊടുക്കാത്ത രീതിയിലാണ് ജാസ്മിൻ്റെ ഇപ്പോഴത്തെ സംസാരം. ഇപ്പോൾ ഗബ്രിയോടായിക്കൊള്ളട്ടെ, ഗബ്രി ജാസ്മിന് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഗബ്രി പറഞ്ഞതാണ്, ഗബ്രി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജാസ്മിനോട് തന്നെയാണ് പറഞ്ഞത്, എനിക്ക് ഇവിടുത്തെ ഈ ഒരു ബിഗ് ബോസിൻ്റെ ട്രോഫിയോ അല്ലെങ്കിൽ ഇവിടുത്തെ പവർ ടീമോ അല്ലെങ്കിൽ ഇവിടെ കിട്ടുന്ന സൗഭാഗ്യങ്ങളൊന്നുമല്ല, ജാസ്മിനാണ് എനിക്ക് പ്രധാനമെന്ന് ഗബ്രി പറഞ്ഞതാണ്. ഈ ഒരു സമയത്ത് പോലും അഫ്സലായിട്ടുള്ള പ്രണയത്തെ പറ്റിയോ അല്ലെങ്കിൽ എന്നെ കാത്ത് പുറത്തൊരു വ്യക്തി ഉണ്ടെന്നുള്ള രീതിയിലോ ഒന്നും സംസാരിക്കുന്നില്ല. ഗബ്രിക്ക് പ്രണയം തോന്നണമെങ്കിൽ പ്രണയം തോന്നിക്കോട്ടെ, അവൻ എന്നെ പ്രാന്തായി മാറിക്കോട്ടെ എന്നുള്ള രീതിയിൽ പുഷ് ചെയ്ത് വിടുകയാണ് ജാസ്മിൻ. ഒരു വാല്യൂവും എന്താണ് നമ്മളൊരു റിലേഷൻഷിപ്പൊക്കെ ആകുമ്പോൾ കുറച്ചെങ്കിലും വാല്യൂ അതിന് കൊടുക്കണം, അല്ലെങ്കിൽ കുറച്ചെങ്കിലും മര്യാദ കാണിക്കണം അതിൻ്റെ ഇടയിൽ. ഗബ്രിയോടും കാണിക്കുന്നില്ല, ഈ പുറത്ത് നിൽക്കുന്ന അഫ്സലിനോടും കാണിക്കുന്നില്ല. അഫ്സലിൻ്റെ ചില വോയിസ് റെക്കോർഡും അതുപോലെ തന്നെ പുള്ളിക്കാരൻ ഇൻസ്റ്റഗ്രാമിലിട്ട സ്റ്റോറിയും സ്റ്റാറ്റസൊക്കെ നിങ്ങൾ കണ്ടു കാണും. അഫ്സലിൻ്റെ ജീവിതം ഇപ്പോൾ നായ നക്കിയതുപോലെയായി. എല്ലാ സൈബർ പുള്ളിങ്ങും ഏറ്റുവാങ്ങുന്നത് അഫ്സൽ എന്ന ആ ഒരു പയ്യനാണ്. എന്ത് ചെയ്യാൻ പറ്റും? ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലാണ്. പുള്ളിക്കാരത്തിൻ്റെ അടുത്ത് പറയാനോ അല്ലെങ്കിൽ പുള്ളിക്കാരത്തിന് ചീത്ത പറയാൻ പോലും നമുക്കിപ്പോൾ പറ്റുന്നില്ല. എല്ലാവരും ചെന്ന് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് അഫ്സലിൻ്റെയാണ്. ഇതും ജാസ്മിൻ്റെ തെറ്റ് തന്നെയാണ്. ഞാൻ പുറത്ത് കമ്മിറ്റഡ് ആണ്, എന്നെ ഒരാൾ വന്ന് പ്രപ്പോസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അഫ്സലിൻ്റെ പേര് ബിഗ് ബോസിൽ പറഞ്ഞത് ജാസ്മിനാണ്. അതിനുശേഷമാണ് ഈ ഒരു സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നത് അഫ്സലിന്. അഫ്സൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് അവൾ പുറത്തിറങ്ങിയിട്ട് ഫേസ് ടു ഫേസ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, എനിക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതിനുള്ള ഉത്തരം എനിക്ക് ജാസ്മിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയേ തീരൂ, അവൾ പുറത്തിറങ്ങാനായിട്ട് ഞാൻ നോക്കി നിൽക്കുകയാണെന്നുള്ള കാര്യം നിങ്ങൾ മാത്രമല്ല ഞങ്ങളെല്ലാവരും നോക്കി നിൽക്കുകയാണ്. ഈ ഒരു ഉഡായിപ്പ് ഗെയിമൊക്കെ ബിഗ് ബോസിൽ കാണിച്ചു വെച്ചിട്ട് എന്താണ് പുള്ളിക്കാരത്തി പുറത്തിറങ്ങിയാൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ ഇടയ്ക്ക് നടന്ന ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൽ ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു, ഇതൊരു ഗെയിം ഷോ ആണ്, ഗെയിം ഷോ ആയിട്ട് കാണണം, എല്ലാവർക്കും ഈ ഒരു ഗെയിം ഷോ കഴിഞ്ഞതിന് ശേഷം പുറത്തൊരു ജീവിതമുണ്ടെന്ന്. ഇതൊക്കെ അറിയാവുന്നൊരു വ്യക്തിയാണോ ബിഗ് ബോസിൽ ഇമാതിരി തോന്നിയവാസം കാണിച്ചു കൂട്ടുന്നത്? ഇന്ന് ജാസ്മിൻ എന്ന ഉഡായിപ്പ് ഗെയിമറുടെ എല്ലാ ഉഡായിപ്പുകളും തുരന്നെടുക്കുന്ന രീതിയിലാണ്, എല്ലാ ലൂപ്പ് ഹോളുകളും അടച്ചുകൊണ്ടാണ് നമ്മുടെ അഭിഷേക് ജയദീപ് ജാസ്മിനോട് സംസാരിച്ചത്. എല്ലാത്തിനെയും പറ്റി സംസാരിക്കുന്നുണ്ട്. പിന്നെ ഗബ്രി വന്നപ്പോൾ ഗബ്രിയുടെ മുന്നിലിരുത്തി ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഗബ്രിക്ക് ജാസ്മിനോടുള്ള പ്രണയം, ജാസ്മിൻ ഗബ്രിയോട് കാണിക്കുന്ന ഇമാതിരി പരിപാടികളും എല്ലാവരും അഭിഷേക് ജയദീപ് ഇന്ന് നല്ല രീതിയിൽ തന്നെ തുറന്ന് സംസാരിക്കുന്നുണ്ട്. വലിയൊരു കോൺവെർസേഷൻ ആയിരുന്നു ഇവർ തമ്മിലുണ്ടായത്. അതിൻ്റെ ഇടയിൽ മറ്റുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ വന്ന് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ എന്തൊക്കെയായാലും അധികം നാളിങ്ങനെ പിടിച്ചു നിൽക്കാനായിട്ട് ജാസ്മിന് സാധിക്കില്ല. അവിടെ വന്നിരിക്കുന്ന 6 വൈൽഡ് കാർഡുകളും ഗെയിം കണ്ട് പുറത്തെ കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞു വന്നിരിക്കുന്നവരാണ്. ഇന്ന് അഭിഷേക് ചോദിച്ചു, അപ്പം തന്നെ ജാസ്മിൻ ഒഴിഞ്ഞു മാറി വെള്ളം കുടിച്ച് ആകെ ഇല്ലാതായി. ഇനി നാളെ അഭിഷേക് ശ്രീകുമാർ ചോദിക്കും, പൂജ ചോദിക്കും, സീക്രട്ട് ഏജൻറ്റ് ചോദിക്കും, സിബിൻ ചോദിക്കും. അങ്ങനെ വന്നിരിക്കുന്ന 6 പേരും അവർക്ക് പുറത്ത് വെച്ച് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻസ് അനുസരിച്ച് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ജാസ്മിൻ നല്ല രീതിയിൽ വെള്ളം കുടിക്കും. പുറത്തെ കാര്യങ്ങൾ അകത്ത് പറയേണ്ടി വരും തീർച്ചയായിട്ടും. ഈ അഫ്സൽ ആരാണെന്നും എത്ര നാൾ പ്രണയിച്ചിരുന്നെന്നും ഗബ്രി ആയിട്ടുള്ള ബന്ധം എന്താണെന്നും ഉള്ളിലിരിപ്പ് എന്താണെന്നും എന്ത് ഗെയിമാണ് ബിഗ് ബോസിൽ കളിക്കാൻ പോകുന്നതെന്നും എന്നൊക്കെ ജാസ്മിന് ബിഗ് ബോസിൽ തീർച്ചയായിട്ടും പറയേണ്ടി വരും. നിങ്ങൾക്ക് കാണാം, അത് കുറച്ച് നാളുകൂടി കഴിയട്ടെ. ഇങ്ങനെ മുന്നോട്ട് പോകുന്നതനുസരിച്ച് ജാസ്മിൻ്റെ ഗെയിമുകൾ പൊളിച്ചടക്കാനായിട്ട് ഈ 6 വൈൽഡ് കാർഡുകളും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇതൊക്കെ പൊളിഞ്ഞടങ്ങും. അപ്പോൾ നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ 6ൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്